ശ്രീ സുനിൽ ടെലിഫോണിലുണ്ട്. സുനിൽ, ഇപ്പോൾ മകനെ മർദ്ദിച്ചു എന്നുള്ള വിവരം മകന് വീട്ടിൽ വന്ന് പറയുകയായിരുന്നു, അതോ ദേഹത്ത് പാടുകൾ കണ്ട് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നോ? വ്യക്തമായിട്ടില്ലായിരുന്നു. കേട്ടില്ല. ഹലോ, പറഞ്ഞോളൂ. എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? കുട്ടികളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവര് വിഷമിച്ചിരിക്കുന്നതോട് ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞത്, ചാച്ച ഹോസ്റ്റലിൽ നിന്നൊരു പ്രശ്നം നടന്നു. അവിടുത്തെ പാചകക്കാരനായിട്ടൊരു അങ്കിളിന്റെ 500 രൂപ മിസ്സായി. അങ്ങനെ ഞാനാ എടുത്തേന്നും പറഞ്ഞുകൊണ്ട് ക്ലീറ്റസ് എന്ന് പറഞ്ഞ അവനെ മർദ്ദിച്ചത്, അവനാ എടുത്തേന്നും പറഞ്ഞുകൊണ്ട് ഇവര് കൊണ്ടുപോയി അവനെ ഒത്തിരി അടിക്കുകയും തലകീഴെ കെട്ടി തൂക്കിയിടുകയൊക്കെ ചെയ്തു. ഇത് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടു നിൽക്കുകയാണോ അത് ചെയ്തത്? അവിടുത്തെ വേറെ 2-3 കുട്ടികളുണ്ട് അവിടെ, +1 +2 പഠിക്കുന്ന അവരും ഉണ്ടായിരുന്നു. പിന്നെ ഇവന്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അവര് ഒത്തിരി പറഞ്ഞു അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ആ കുട്ടികളൊക്കെ സാക്ഷികളാണ് അല്ലേ? ആണ്. ഇപ്പൊ ഈ സ്ഥാപന ഉടമ പറയുന്നത് പുറത്താക്കാനിരുന്ന ജീവനക്കാരൻ ചെയ്തതാണെന്നുള്ളതാണ്. ഇയാളെ പുറത്താക്കിയോ? എന്താണ് അറിയാനായത്? അവര് പറഞ്ഞത് 30-ാം തീയതി പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. അതെന്തോ എനിക്കറിയില്ല മേഡം. ഈ ഒരു പ്രശ്നമായിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഈ പുറത്താക്കാൻ നിന്ന ആളെന്ന് പറയുമ്പോൾ നേരത്തെ ഇയാൾ പ്രശ്നക്കാരനായിരിക്കണമല്ലോ, അതേക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അയാൾ മദ്യപാനിയായിരുന്നെന്നും അയാൾ മദ്യപിക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങളൊരു കേസായിട്ട് പോകരുത്, നമുക്കിത് ഒതുക്കി തീർക്കാം എന്നൊക്കെയാണ് ഹോസ്റ്റലുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരി, അപ്പൊ ഇപ്പൊ ഇതിൽ പോലീസിൽ പരാതി നൽകിയല്ലോ അല്ലേ? അയാളെ പിടികൂടിയോ? അയാളെ പിടികൂടി, ഇന്നലെ തന്നെ പിടികൂടിയായിരുന്നു. കുട്ടിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? പേടിച്ചിരിക്കുകയാണോ? കുട്ടികൾ രണ്ടുപേരും പേടിച്ചിരിക്കുക. അവരെ ഇന്ന് ഞാനിപ്പം പുനലൂർ സ്റ്റേഷനിൽ തന്നെ മേഡം നിൽക്കുന്നത്. അവരെ കൊണ്ടുവന്നതുമില്ല, അവർക്ക് യാത്രാ ക്ഷീണവും പിന്നെ അവരുടെ ദേഹമൊക്കെ വേദനയുണ്ട്. അവരെ വീട്ടിൽ തന്നെ. നിങ്ങളിപ്പോ CWCയിൽ ഏൽപ്പിക്കുന്നത് വീട്ടിലെ സാഹചര്യം കൊണ്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഈ സ്ഥാപനത്തിലേക്ക് വിട്ടതും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ CWC കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് മറുപടി നൽകിയിരിക്കുന്നത്? CWCയിലോട്ട് എനിക്ക് അവരായിട്ടൊരു പ്രശ്നമില്ല. അല്ല, ഈ അവര് പറഞ്ഞു വിട്ടൊരു സ്ഥാപനത്തിൽ നിന്നാണോ ഈ സംഭവം ഉണ്ടായത്? അവർ ഇടപെട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അവര് വിളിച്ചായിരുന്നു. അവര് വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മേഡം. ഇനിയിപ്പോ കുഞ്ഞിനെ എവിടേക്കാണ് വിടുക? അല്ല, എനിക്കിനി ഹോസ്റ്റലിലേക്ക് വിടാൻ പേടിയാ. ഇപ്പൊ ഈ ഒരു ഹോസ്റ്റലിൽ ഇങ്ങനെ സംഭവിച്ചു, ഇനി അടുത്തൊരു ഹോസ്റ്റലിൽ പോയതിൽ വലിയ സംഭവിച്ചു കഴിഞ്ഞാൽ പറ്റില്ല മേഡം. ഇനി വിടാൻ എനിക്ക് പേടിയാണ്. വീട്ടിൽ നിർത്തി പഠിപ്പിക്കാന്നാണല്ലേ? വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ എന്റെ സാഹചര്യം വളരെ മോശമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങളുടെ സാഹചര്യം പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഹോസ്റ്റലിലേക്ക് വിട്ടു എന്ന് എല്ലാവരും പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. എന്റെ വൈഫിന് ഇതുപോലെ വാദത്തിന്റെ അസുഖമായിട്ട് 4 വർഷം കൊണ്ട് കിടപ്പിലാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ അങ്ങനെ നിർത്തി പഠിപ്പിച്ചത്. സുനിലിന്റെ ജോലി എന്താണ്? എനിക്ക് ജോലി മേശിരിപ്പണിയാ. അപ്പൊ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ ആളില്ല അല്ലേ? കുട്ടികളെ നോക്കാൻ ആളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വന്നോണ്ടാണ് ഞാൻ ഹോസ്റ്റലാക്കി. ഇനിയിപ്പോ കുഴപ്പമില്ല മേഡം, ഞാൻ തന്നെ അവരെ കറക്റ്റ് ചെയ്തോളാം. എനിക്ക് വേറെ ഹോസ്റ്റലിലോട്ട് ഇനി ആക്കാൻ എനിക്ക് താല്പര്യമില്ല, പേടിയാ. ഈ മോനും അനിയനും ആണോ ഉള്ളത്? 2 കുട്ടികളാണ്? 4 പേരുണ്ട് എനിക്ക്. ഇനി ഇതിന്റെ മൂത്തൊരാളുകൊണ്ട് ഏറ്റവും ഇളയ ഒരാളുണ്ട്. അപ്പൊ ഇനി വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയാണ് അല്ലേ? വീട്ടിൽ നിർത്തി. ഏതായാലും മകന് ധൈര്യം കൊടുക്കൂ. ഒരു 500 രൂപ കാണാതായി എന്നതിന്റെ പേരിൽ കുട്ടിയെ മർദ്ദിക്കുന്ന, കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. പോലീസ് എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണല്ലോ അല്ലേ? ശരി, വളരെ നന്ദി സുനിൽ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും AV ജയശങ്കറിലേക്ക്. ജയശങ്കർ, ഒരു സ്ഥാപനത്തിലേക്ക് CWC ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലേക്ക് കുട്ടികളെ അയക്കുന്നു. അപ്പോൾ അവിടെ വച്ച് അവർ പഠിപ്പിക്കുമെന്നുള്ളതാണല്ലോ. പക്ഷെ അവിടെ കുട്ടികൾക്ക് ഈ തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. ഈ പറഞ്ഞ വാർഡനും കുക്കും ചേർന്നെന്ന് പറയുമ്പോൾ 2 പേരുണ്ട് പ്രതികൾ. ഒരാളുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. കുട്ടികൾ സാക്ഷിയായി നിൽക്കുകയാണ് മർദ്ദനം എന്നുള്ള വിവരം കൂടിയാണ് അച്ഛൻ പറയുന്നത്. ജയശങ്കർ, അതെ, വലിയ ക്രൂരതയാണ് ഈ ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നത്. കുട്ടികളുടെ സാന്നിധ്യത്തിൽ നിന്ന് അച്ഛൻ തുറന്നു പറയുന്നു. അങ്ങനെയെങ്കിൽ വളരെ വലിയൊരു ക്രൂരതയാണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ പ്രിൻസ് കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രിൻസ്, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടില്ല. അതായത് ഈ പുനലൂരിൽ ഈ 6ാം ക്ലാസ്സിലെ കുട്ടിയോട് കാണിച്ച ക്രൂരത നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ? അതെ. എന്താണ് സ്കൂൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാട്? എന്താണ് കുട്ടികളെ ഈ CWC വഴി? സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ശരി. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ കുറിച്ച് എന്താണ് പ്രതികരണം? ഇത് 30-ാം തീയതി വൈകിട്ട് രാത്രി 6:45 ആയപ്പോഴാണ് ഈ കാര്യം ഉണ്ടായത്. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുക്കും സെക്യൂരിറ്റി ആയിട്ടുള്ള ആളാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഒരാളാണ്. ഹലോ,
രണ്ടും ഒരാളാണ്. അദ്ദേഹത്തിന്റെ വൈഫാണ് യഥാർത്ഥത്തിൽ കുക്ക്. ഇദ്ദേഹം സെക്യൂരിറ്റി ആയിട്ടും മറ്റേ വൈഫിനെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഇദ്ദേഹം 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് പിള്ളേരെ വിളിച്ചോണ്ട് ആരും കാണാതെ പോയിട്ട് ചോദ്യം ചെയ്തതാ. ചോദ്യം ചെയ്തിട്ട് പുള്ളി വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നും പറഞ്ഞ് വിരട്ടുകാരൻ യഥാർത്ഥത്തിൽ ചെയ്ത, അല്ലാതെ ഫാനെ കെട്ടിയൊന്നും തൂക്കിയിട്ടില്ല. വിരട്ടിയ ദേഹത്ത് പാടുവീഴില്ലല്ലോ. അല്ല, കാലെ കെട്ടിയിട്ട് വലിച്ചു എന്നാണ് പറയുന്നത്. മർദ്ദനത്തിന്റെ പാടുകളുണ്ട് കുട്ടിയുടെ പുറത്ത്? മർദ്ദനത്തിന്റെ പാടുകളില്ല മാഡം. കുട്ടിയോട് സംസാരിച്ചിരുന്നോ? കുട്ടികളെ ഞാൻ കാര്യം കൂടെ പറയുമ്പോഴേ മാഡത്തിന് ആ കാര്യം മനസ്സിലാകത്തുള്ളൂ. സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:45 ഇത് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ ഏതാണ്ട് ചോദ്യം ചെയ്യുന്നു പറഞ്ഞ് മറ്റേ സ്റ്റാഫോടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കെട്ടിയതായിട്ടൊന്നും കണ്ടില്ലായിരുന്നു. പിന്നീട് പുള്ളി 7 മണിക്കുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പം പിതാവ് പിറ്റേ ദിവസം വരും, അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ കുട്ടിയെ കൊണ്ട് പോയിട്ട് പിറ്റേന്ന് അവർ കേസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അറിയുന്നത്. സ്റ്റാഫ് നമുക്ക് റിപ്പോർട്ട് ചെയ്തില്ല, അവരത് അറിഞ്ഞിട്ടില്ല, പിന്നെ കുട്ടികൾ നമ്മളോട് പറഞ്ഞില്ല. ഇതാണ് സംഭവിച്ചത്. കുട്ടികൾക്ക് ഭയമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമല്ലോ പ്രിൻസ്. നിങ്ങൾ കുട്ടികളോട് എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികളെ വിളിച്ച് ചോദിച്ചിരുന്നു? ഇല്ല, കുട്ടിയെ അന്നേരം തന്നെ ആ സംഭവം കഴിഞ്ഞ ഉടനെ ആ കുട്ടി മാത്രമല്ലെന്നേ, വേറെ കുട്ടികളും സാക്ഷികളായിട്ടുണ്ടായിരുന്നു. താങ്കൾ അത് ചെയ്തിരുന്നോ? വേറെ കുട്ടികളൊന്നും ഈ കാര്യങ്ങൾ ചോദിച്ചപ്പം അവരൊന്നും ഈ ഇങ്ങനെ പീഡനം ചെയ്തതായിട്ട് അവർ പറഞ്ഞില്ല. ഇവരിങ്ങനെ വിരട്ടി എന്നുള്ള കാര്യങ്ങൾ ഇത് അറിഞ്ഞ ശേഷം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അല്ല, സാധാരണഗതിയിൽ അങ്ങനെ പൈസ കാണാതെ ആയാൽ ഈ പറയുന്ന സെക്യൂരിറ്റി നിങ്ങളെ അറിയിക്കുകയാണല്ലോ വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് അങ്ങനെ ചെയ്ത്? മാത്രമല്ല, ഇയാളെ പറഞ്ഞു വിടാനിരുന്നു എന്ന് കൂടി താങ്കളുടെ പ്രതികരണമാണ് കണ്ടെത്തുന്നു. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാ, 30-ാം തീയതി പറഞ്ഞു വിട്ടതാ. അപ്പൊ എന്താണ് പറഞ്ഞു വിടാൻ കാരണം? എന്തായിരുന്നു? അല്ല, പറഞ്ഞു വിടാൻ ഇദ്ദേഹത്തിന്റെ പിള്ളേരോടൊന്നും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഇദ്ദേഹം മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവരെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അദ്ദേഹത്തെ 30-ാം തീയതി പറഞ്ഞു വിട്ടത്. അന്നേരം അവര് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ് ഒരു 2 ആഴ്ചയോടെ അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ അളിയൻ റെഡിയാക്കി കൊടുക്കാനുണ്ട്, അതുകൊണ്ട് 2 ആഴ്ച ഇവിടെ താമസിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെ താമസിച്ചാണ്. താങ്കൾ ഇക്കാര്യത്തിൽ പ്രിൻസിപ്പൽ, ഈ മദ്യപിച്ച് ഈ സ്ഥാപനത്തിൽ വരുന്ന ഈ പറയുന്ന ഈ സെക്യൂരിറ്റിയുടെ വാദങ്ങളാണോ അതോ ഈ കുട്ടികൾ പറയുന്നതാണോ അങ്ങ് വിശ്വസിക്കുന്നത്, മുഖവിലക്കെടുക്കുന്നത്? ഞാൻ ഇതിനകത്ത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ശിക്ഷ അനുഭവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതിനകത്തൊരു ഇതിന്റെ ഇടയിൽ അദ്ദേഹം ഇതിൽ പരിശ്രമിച്ചു, എന്നാൽ കൊല്ലാനോ അങ്ങനെയുള്ള ഒരു വാനെ കെട്ടിത്തൂക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കൊല്ലാനോ അല്ലയോ എന്നുള്ളതല്ല, ദേഹത്ത് കൈവയ്ക്കാൻ അയാൾക്ക് ഒരു അവകാശവും ഇല്ല ശ്രീ പ്രിൻസ്. ഒന്നാമത് ഈ CWC കുട്ടികളെ ഓരോ സ്ഥാപനത്തിലേക്ക് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ. ഈ CWCയിലേക്ക് കുട്ടികൾ വരുന്നത് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണല്ലോ. അപ്പോൾ അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുക എന്നുള്ളത് നിങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ? അതെ, അത് ചെയ്തിട്ടില്ല, അത് സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ കുട്ടികളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ കെട്ടിത്തൂക്കി അടിച്ചു എന്ന് വെറുതെ പറയേണ്ട ഒരു ആവശ്യം ആ കുട്ടിയുടെ അച്ഛനും ഇല്ലല്ലോ. അവരുടെ ഗതികേടുകൊണ്ടാണല്ലോ അവർ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാത്തത്. അതെ, വേറെ താമസിക്കുന്ന കുട്ടികൾക്കും അവരുടേതായ സാഹചര്യം ഉണ്ടാകും, പറഞ്ഞാൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ശ്രീ പ്രിൻസ്. നിങ്ങളിങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ രൂപത്തിൽ കുട്ടികളോട് സഹാനുഭൂതിയോട് പെരുമാറാൻ പറ്റില്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തേണ്ട കാര്യമില്ലല്ലോ. മാഡം, ഞങ്ങൾ വളരെ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പരിശ്രമം നടത്തി നമ്മൾ അറിഞ്ഞില്ല, കുട്ടികൾ നമ്മളോട് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ഈ ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരോട് അടുപ്പം കാണിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. ശ്രീ പ്രിൻസ്, ദയവായി പരിശോധിക്കുക. ഏതായാലും ഈ കാര്യത്തിൽ കേസെടുത്തിരിക്കുന്നു, പോലീസ് ഏതായാലും മുന്നോട്ട് പോകുന്നു. വളരെ നന്ദി പ്രതികരിച്ചതിന്. AV ജയശങ്കറാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഈ വാർത്ത നൽകിയത്. ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിൽ CWC വിട്ട കുട്ടികളാണ്. അതിൽ 6ാം ക്ലാസ് കുട്ടിയാണ് 500 രൂപ കാണാനില്ല എന്ന പേരിൽ തലകീഴായി നിർത്തി മർദ്ദിച്ചത്.